ഹലോ ഗൈസ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ വൺ ടാപ്പ് അടിക്കാൻ പഠിക്കണോ? അതിന് നിങ്ങൾ സെറ്റിങ്സിൽ വെറുതെ സെറ്റിങ്സ് വേണ്ട, നിങ്ങൾ കൺട്രോളിൽ നിന്ന് മാറ്റി പിടിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ഈ കളിക്കുന്ന കണ്ടാൽ തോന്നും ഞാൻ നൂബാന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ നൂബാണോ ചോദിച്ചാൽ നൂബാണ്, പ്രോയാണോ ചോദിച്ചാൽ അതുമാണ്. അപ്പോൾ ഞാൻ ഇത് വെറുതെ ഇങ്ങനെ തോണ്ടി കൊടുക്കണതാണ്. നമുക്ക് സെറ്റിങ്സ് ഒന്ന് മാറ്റി പിടിക്കണം. അപ്പം നമുക്ക് നേരെ സെറ്റിങ്സിലൊന്ന് കയറിയിട്ട് സെറ്റിങ്സ് കയറുക. നമ്മൾ ഫയർ ബട്ടൺ നേരെ അടിയേക്ക് ഒന്ന് കൊണ്ടാക്കുക. അത്യാവശ്യം അടിയൊക്കെ ഉണ്ടാക്കണം. ഇനി നമുക്കൊന്ന് കളിച്ച് നോക്കാം. ഈ കളിയിൽ നമ്മൾ വൺ ടാപ്പ് അടിക്കുകയോ ഇല്ലയെന്ന് നമുക്ക് തന്നെ ഒന്ന് നോക്കി നോക്കാം. ഗൈസ്, ഒരുത്തൻ്റെ തലാണ് പൊളിച്ചിട്ടുണ്ട് ഗൈസ്, കൺട്രോൾ ശരിയായിട്ട്. ഇത്രേ ഉള്ളൂ നമുക്കൊരു വൺ ടാപ്പ് അടിക്കാൻ പഠിക്കാനുള്ള ഓപ്ഷൻ. നിങ്ങൾ നമ്മൾ മറ്റേ കൺട്രോളിങ്ങിൽ പോയിട്ട് നിങ്ങളെ കൊണ്ട് എങ്ങനെയാണോ കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നത് അതേ രീതിയിലാക്കുക. നിങ്ങൾക്ക് മറിച്ച് എല്ലാ രീതിയിലും കൺട്രോളിങ് നടക്കും എന്നുള്ളവർ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ കളി ഞാൻ തല പൊളിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. ഗൈസ്, ഒന്നാമത്തെ ഇതിൽ പോയി, രണ്ടാമത്തും പോയി, 3 പോയി, 4 പോയി, 5 പോയി, 6. ഗൈസ് 110 ഹെഡ് കൊണ്ടു പോയി 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 ഗൈസ്, കൺട്രോളിങ് ഒന്നുകൂടി മാറ്റണം എന്ന് തോന്നുന്നുണ്ട്. ബൈ ഗൈസ്, നമ്മൾ ഹെഡ് അടിച്ചിട്ടുണ്ട്. പിന്നെയും റിമോട്ട് ഇടാം. നമ്മളെ കൺട്രോൾ ഒന്നുകൂടി മാറ്റണം. കുറച്ചും കൂടി അടിയിക്കാക്കി വെക്കണം. നമുക്ക് വേണമെങ്കിൽ അടുത്ത കളിയിലാക്കാം, അല്ലെങ്കിൽ ഈ കളി തന്നെ ആക്കാം. എനിക്ക് ഡാസായിട്ടേക്കൊണ്ട് ഞാൻ ഈ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1v1 കളിച്ച് കുറേ വട്ടം ഫ്രണ്ട്സിൻ്റെ ഒക്കെ പൊട്ടിയിട്ടുണ്ട്. അമൽജിത്ത് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങൾ 4 പേര് ഒന്നിച്ചിരുന്നു, പിന്നെ പിരിഞ്ഞു. പിന്നെ വിചാരിച്ചാൽ ഞങ്ങളെ ക്ലാസ് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സെറ്റിങ്സ് ഒന്ന് മാറ്റണം. ഈ കളിയിൽ തന്നെ മാറ്റാം. എത്ര അടിച്ചിട്ടും തലക്ക് കയറുന്നില്ല. സെറ്റിങ്സ് ഒന്നും മാറ്റണം. ഞാൻ ഇതാണ് പറഞ്ഞത്. സെറ്റിങ്സ് ഒന്ന് എടുക്കുക. ഫയർ ബട്ടൺ കുറച്ച് മേലേക്ക് പൊന്തിക്കണം. ഫയർ ബട്ടൺ കുറച്ച് അടിയിക്കാക്കുക. കൺട്രോളിങ്ങിൻ്റെ അത് മേലെ കുറച്ചാക്കുക. ഇനി നമുക്കൊന്ന് പൊട്ടിച്ചാക്കാം. ഇവൻ ജീവനോടെ വരിക ഗൈസ്, ജീവനോടെ വരിക ഗൈസ്. വന്ന് ഗൈസ്, വന്ന് കപ്പളേ തോന്നി. അവൻ്റെ നൃത്തം കണ്ടപ്പോളേ അവൻ്റെ വൺ ടാപ്പ് കയറ്റാൻ അതിലൊന്നും പറ്റിയിട്ടില്ല. അവൻ്റെ തലയൊന്നും പൊളിക്കാതെ പോവില്ല ഗൈസ്. ചിലപ്പോൾ അവൻ എന്നെ എടുക്കും. വേണമെങ്കിൽ ചിലപ്പോൾ അവൻ എന്നെ എടുക്കും. നിങ്ങൾ വിചാരിക്കും കറക്റ്റ് അവൻ്റെ എരുമയിൽ പൊട്ടിക്കാൻ കളയുന്നു. പക്ഷേ എന്നെ കൊണ്ട് പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ റേഞ്ച് പോയിട്ടുണ്ട് തോന്നുന്നു ഗൈസ്. എങ്ങനെ ഇരിക്കണി അവൻ്റെ തല പിന്നെ നമ്മൾ എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിൽ ഏതെടുക്കുക? ഡിസൈഡ് എടുക്കണേ. ഡിസൈഡ് ഇല്ല ഗൈസ്. ഞാൻ ഈ സാധനം കൊണ്ട് വൺ ടാപ്പ് അടിക്കുകയില്ലേ? ഒന്ന് കമൻറ്റ് ബോക്സിലിടുക. ചിലപ്പോൾ അടിക്കും, അല്ലെങ്കിൽ അടിക്കാതെ ഇരിക്കാം. ഞാൻ ട്രെയിനിങ്ങിൽ ഈ ഒറ്റ ഇത് നോക്കൊണ്ട് ഞാൻ 99+ കില്ലെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സിന് പറഞ്ഞിട്ട് വിശ്വാസമില്ലായിരുന്നു. അവൻ എൻ്റെ കൂടെ ഒരു വട്ടം കളിക്കാൻ വന്നിരുന്നു. എൻ്റെ നാട്ടിലുള്ളൊരു ഫ്രണ്ടാണ് ഗൈസ്. ഈ കളി അവനെടുത്തു ഗൈസ്. നമുക്ക് അടുത്ത കളി നോക്കി വെക്കാം ഗൈസ്. ഈ കളിയെങ്കിലും നമ്മൾ എടുക്കണം, എടുത്തേ പറ്റൂ ഗൈസ്. കൺട്രോളൊന്നും അറിയാതെ പോയി തൊട്ട് ഗൈസ്. ഈ കളിയെങ്കിലും നമ്മൾ എടുക്കും. തല അവൻ്റെ പൊളിക്കണം. 100 കയറ്റാൻ അവൻ്റെ ഗൈസ്. അവൻ നല്ല അടി വന്നിട്ടുണ്ട്. ഓൻ സാൻഡിനോണിട്ട് കടച്ച് വന്നിക്കുക. അവൻ എന്തിനു വേണം ഇട്ടോട്ടെ ഗൈസ്, നമുക്ക് ഒരു പേടിയില്ല. 99 കയറി ഗൈസ്. തലയാണ് പൊളിച്ചിട്ടുണ്ട്.
ഒറ്റ കളി ഗൈസ്, ഒരേ ഒരു കളി. ഡെസേർട്ട് ഈഗിൾ വേണേ ഡെസേർട്ട് ഈഗിൾ എടുക്കാൻ കഴിയും. അവൻ എടുത്താൽ മതിയായിരുന്നു ഗൈസ്. ഡെസേർട്ട് ഈഗിൾ അവൻ എടുത്താൽ മതിയായിരുന്നു. വേറെ ഏത് തോക്കെടുത്താലും കുഴപ്പമില്ല, എനിക്ക് ഡെസേർട്ട് ഈഗിൾ വേണം ഗൈസ്. അവൻ എടുക്കണം അത്. അവനങ്ങനെ ഡെസേർട്ട് അവൻ്റെ AWM 2 വന്നപ്പോൾ തന്നെ അവൻ്റെ അടിച്ചു ഗൈസ്. അവൻ സ്കോപ്പ് നിൽക്കുന്നു തോന്നുന്നുണ്ട്. അവനറിയില്ല ഞാൻ സാനിനെ കൊണ്ടാ കളിപ്പിക്കണമെന്ന്. ഒരടിയും കൂടി കിട്ടും. അയ്യോ, ഓടിക്കോ ഗൈസ്, ഒരടിയും കൂടി കിട്ടിയിട്ടുണ്ട്. കറക്കിക്കോ. സാൻഡിനോ നിൽക്കണ്ട, സാൻഡിനോൻ്റെ ഇപ്പം ഞാൻ നെക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. അവൻ്റെ താലമണ്ട പൊളിച്ചാണ്. കുഴപ്പമില്ല, അവൻ ഇതിൽ കയറി വരുന്നുണ്ട്, നല്ല ഡൗട്ടുണ്ട് ഗൈസ്. അവൻ്റെ തല ഞാൻ പൊളിക്കും ഗൈസ്. അവൻ്റെ തല ഗൈസ് ഇത്ര ഉള്ളൂ. നമ്മളെ തല അവൻ്റെ പൊളിച്ചതുകൊണ്ട് എൻ്റെ രോമാഞ്ചം കയറുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്